ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणा ललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे बृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 13 നമ്മൾ പഠിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിലെ അവസാന ശ്ലോകങ്ങൾ 2 ശ്ലോകങ്ങളാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. ധൃതരാഷ്ട്ര ശരീരം വിടുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ശ്രീപാദ് നാരദമുനി യുധിഷ്ഠിര മഹാരാജാവിനോട് വിശദീകരിച്ചു കൊടുക്കുവാണ് എന്താണ് ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും സംഭവിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. യുധിഷ്ഠിര മഹാരാജാവ് വളരെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നു. വിഷമത്തോടുകൂടി യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. ധൃതരാഷ്ട്രയെ കാണാതായപ്പോൾ, ഗാന്ധാരിയെ കാണാതായപ്പോൾ, പെട്ടെന്ന് ഒരു ദിവസം അവർ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കാണുന്നില്ല. യുധിഷ്ഠിര മഹാരാജാവിന് എല്ലാവരോടും ഒരുപാട് സ്നേഹമായിരുന്നു. ശത്രുക്കളില്ലാത്ത അജാത ശത്രുക്കളില്ലാത്തൊരു വ്യക്തിയായിരുന്നു യുധിഷ്ഠിര മഹാരാജ്. ഇത്രയും പരിശുദ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കേൾക്കുവാണ് നാരദമുനിയിൽ നിന്ന്. ഇന്നും മുന്നോട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പം നാരദമുനി ഓൾറെഡി പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജനോട് പറഞ്ഞു. അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോയി. അവരുടെ അവസാന സമയങ്ങളാണ്, അവസാന ദിവസങ്ങളാണ്. ഉടനെ തന്നെ ശരീരം വിടും. ധൃതരാഷ്ട്ര ശരീരം വിടും. 5 ദിവസത്തിനകം എന്ന് പറയുന്നുണ്ട്. ഇന്ന് മുതൽ 5 ദിവസത്തിനകം ധൃതരാഷ്ട്ര ശരീരം വിടുന്നു.
അങ്ങനെ ആ അദ്ദേഹം ശരീരം വിടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതായത് അവർ ഇരിക്കുന്ന അവരുടെ കുടിൽ അത് കത്തുന്നു. കാര്യം ഇത് അഷ്ടാംഗ യോഗത്തിലൂടെ ആണ് ഇവർ, ഈ അഷ്ടാംഗ യോഗമാണ് അല്ലെങ്കിൽ ധ്യാനയോഗമാണ് ധൃതരാഷ്ട്ര ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ശരീരം ശക്തി കൊണ്ട് കത്തുന്നു. ഇനി ആ തീയിലേക്ക് ആരാണ് ഇറങ്ങുന്നത്? ഭാര്യ ഗാന്ധാരി ആ തീയിലേക്ക് ഭർത്താവിനൊപ്പം ചാമ്പലാവാൻ വേണ്ടി ഇറങ്ങുന്നു, ആ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിക്കും. ഇതാണ് നാരദമുനി പറയുന്നത്. ഇനി അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. വിതുരർ എന്താണ് ചെയ്യുന്നത്? വിതുരർ അറിയുന്നുണ്ട് ഇതെല്ലാം. ഓക്കെ, 59. വിതുരസ്തു തത് ആശ്ചര്യം നിശമ്യ കുരു നന്ദന ഹർഷശോകായുതസ്തസ്മാത് ഗന്താ തീർത്ഥാ നിഷേവകഃ. വിതുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകായുതസ്തസ്മാത് ഗന്ധതീർത്ഥാ നിഷേവകാ. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകായുതസ്തസ്മാത് ഗന്ധതീർത്ഥാ നിഷേവകഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിതുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിഷേവകഃ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിഷേവകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകായുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിഷേവകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിഷേവകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിഷേവകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വിദുരസ്തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിഷേവകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം ആരെങ്കിലും വായിക്കോ? ഹരേ കൃഷ്ണ. ആയിക്കട്ടെ പ്രഭുജി. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥ. ശ്രീല പ്രഭാതിക്ക് ജയ്. സന്തോഷത്താലും സന്താപത്താലും ആകുലചിത്തനായി വിതുരർ ആ പവിത്രമായ തീർത്ഥാടന സ്ഥാനം ഉപേക്ഷിക്കും. ഭാവാർത്ഥം. പൂർവ്വ ജീവിതത്തിൽ ഭൗതികതയോട് ഗാഢ ആസക്തി ഉണ്ടായിരുന്ന തന്റെ ഭ്രാതാവ് ധൃതരാഷ്ട്രർ ഒരു തികഞ്ഞ മുക്ത യോഗിയെ പോലെ ദേഹം അഗ്നിക്ക് സമർപ്പണം ചെയ്ത് ദർശിച്ച് വിതുരർ അത്ഭുത സ്തബ്ധനായി. ജീവിതത്തിന്റെ അഭികാമ്യമായ ആ ലക്ഷ്യത്തെ ധൃതരാഷ്ട്ര പ്രാപ്തമാക്കിയത് സ്വഭ്രാതാവായ വിതുരരുടെ സംസർഗം മുഖേന മാത്രമായിരുന്നു. ആകയാൽ അതേക്കുറിച്ച് അറിയുക വിതുരർക്ക് ഹർഷജനകമായിരുന്നു. എന്നാൽ സ്വഭ്രാതാവിനെ ഒരു ശുദ്ധ ഭക്തനാക്കി മാറ്റാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തിന് നന്നേ വിഷമമുണ്ടായിരുന്നു. ധൃതരാഷ്ട്ര ഭഗവാന്റെ പരിപൂർണ ഭക്തരായ പാണ്ഡവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയതിനാൽ വിതുരർ അദ്ദേഹത്തെ ഒരു ഭഗവത് ഭക്തനാക്കി മാറ്റിയില്ല. ഭഗവത് പാതാരവിന്ദങ്ങളിൽ
പ്രവർത്തിക്കുന്ന അപരാധത്യകൾ അത്യന്തം ആപൽക്കരമാണ്. ഭഗവത് ഭക്ത പാദാംബുജ അപരാധം. പൂർവ്വ ജീവിതം അത്യന്തം ഭൗതികത സമ്പൂർണമായ സ്വഭ്രാതാവ് ധൃതരാഷ്ട്രരോട് നിശ്ചയമായും നിർലോഭമായ അനുകമ്പയുള്ളവനായിരുന്നു വിതുരൻ. എന്നാൽ അവണ്ണമുള്ള കൃപയുടെ ആത്യന്തികമായ ഫലം വർത്തമാന ജീവിതത്തിൽ ഭഗവാന്റെ കൃപ എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആകയാലാണ് ധൃതരാഷ്ട്രർക്ക് മുക്തി അഥവാ മോക്ഷം മാത്രം പ്രാപ്തമായത്. അത്തരം നിരവധി ജീവിത മോക്ഷപ്രാപ്തിയിലൂടെ മാത്രമേ ഒരുവന് ഭക്തിയുത സേവന അവസ്ഥ പ്രാപ്തമാക്കാൻ കഴിയുകയുള്ളൂ. സഹോദരന്റെയും സഹോദര പത്നിയുടെയും മരണം വിതുരർക്ക് അത്യധികം മനപ്പീഡ ഏൽപ്പിച്ചു. ആ പരിദേവനം പ്രശമിപ്പിക്കാനുള്ള ഏക മാർഗം തീർത്ഥാടനത്തിന് യാത്രയാകുകയായിരുന്നു. ആകയാൽ തന്റെ അവശേഷിക്കുന്ന ഏക പിതൃ സഹോദരനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ മഹാരാജാവ് യുധിഷ്ഠിരന് യാതൊരു അവസരവും ലഭിച്ചിരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അങ്ങനെ വിതുരര് ഇതെല്ലാം അറിയുന്നു. ധൃതരാഷ്ട്രർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, സംഭവിക്കുന്ന കാര്യങ്ങൾ. വിതുരര് ഉള്ളിൽ സന്തോഷമുണ്ട്, എന്നാൽ അതേ സമയത്ത് വിഷമമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും എൻ്റെ സഹോദരൻ പറഞ്ഞപ്പോൾ കേട്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇത്രയെങ്കിലും സംഭവിച്ചല്ലോ, അദ്ദേഹത്തിന് മുക്തി കിട്ടുന്നു അല്ലേ, അഷ്ടാംഗയോഗത്തിലൂടെ അദ്ദേഹം മുക്തി നേടുന്നു, ഇത്രയെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ സാധിക്കുമായിരുന്നു, പക്ഷേ വേണ്ട സമയത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എന്നാലും ഇത്രയെങ്കിലും ചെയ്തല്ലോ, ഇത്രയെങ്കിലും ആയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ട്. കാര്യം എത്രമാത്രം ദുഷ്ടനാണെങ്കിലും വിതുരർക്ക് വിഷമമുണ്ട് സഹോദരനെ പിരിയുമ്പോൾ. ആരാണ്? വിതുരർ, അതായത് ദുര്യോധനൻ വിതുരരോട് ഇറങ്ങിപ്പോവാൻ പറയുന്ന സമയത്ത് ധൃതരാഷ്ട്രർ ഒരു അക്ഷരം മിണ്ടിരുന്നില്ല. വിതുരര് ഒരുപാട് പ്രാവശ്യം നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി വിതുരർ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എന്തായിരുന്നു ഫലം? അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പം ധൃതരാഷ്ട്രർ വിതുരരെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, സഹോദരനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, വിതുരർക്ക് ഒരു വില കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം വിതുരരുടെ വാക്കുകൾ കേട്ടേനെ. എന്നാൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും വിതുരര് അദ്ദേഹത്തിൻ്റെ ഒരു മഹാകൃപ, കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വരുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ജ്യേഷ്ഠനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തിട്ടുള്ള സഹോദരനെ കാണാനാണ് വീണ്ടും വരുന്നത്. അതാണ് ശുദ്ധഭക്തർ അങ്ങനെയാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമല്ല. മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരോട് കൃപ അല്ലെങ്കിൽ മഹാകാരുണ്യം അവർ കാണിക്കുന്നു. അവരെ എത്ര മോശമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാലോ അവർക്ക് സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമമില്ല. എന്തും സഹിക്കാൻ അവർ തയ്യാറാണ്. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ ക്ഷേമവും മാത്രമാണ് ഇവരുടെ മനസ്സിലുണ്ടാവുക. അത് ഒരു ശുദ്ധഭക്തൻ്റെ ലക്ഷണമാണ്. വിതുരർ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, അദ്ദേഹത്തിന് ഒരു സന്തോഷമുണ്ടെന്ന് അതേ സമയത്ത് വിഷമമുണ്ട് അവരെ പിരിയുന്നതിൽ. അങ്ങനെ ഇതിനുശേഷം അദ്ദേഹം തീർത്ഥാടനത്തിന് പോകുന്നു. ധൃതരാഷ്ട്രർ പിരിഞ്ഞു പോയതിനു ശേഷം അദ്ദേഹം തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറയുന്നു. ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ധൃതരാഷ്ട്രരുടെ ഈ ഒരു വിയോഗം കണ്ട് വിതുരർക്ക് ഒരുപാട് ആശ്ചര്യമായി. അതാണ് ശ്ലോകത്തിൽ പറയുന്നത്. വിതുരസ്തു തത് ആശ്ചര്യം നിശമ്യ കുരുനന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധതീർത്ഥ നിഷേവകഃ. അദ്ദേഹത്തിന് ആശ്ചര്യമായി. ധൃതരാഷ്ട്ര ഇത്രയെങ്കിലും അല്ലെങ്കിൽ ഇതെങ്കിലും ചെയ്തല്ലോ എന്ന് ആലോചിച്ച്, ഒരു യോഗി ചെയ്യുന്ന പോലെ അദ്ദേഹം അഷ്ടാംഗ യോഗത്തിലൂടെ അദ്ദേഹം ശരീരം കത്തിച്ച് അദ്ദേഹം മോക്ഷം, ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് പോകുന്നു. സാധാരണ ഒരാൾക്ക് സാധിക്കുന്നതല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മരിച്ചു കഴിഞ്ഞാൽ സാധാരണ മരണം സംഭവിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും നമ്മുടെ ശരീരം കത്തിക്കണം അല്ലേ?
അല്ല, യോഗികളുടെ ഒരു പ്രത്യേകത എന്താണ്? അവർക്ക് ശരീരം വിടാൻ അവർ തയ്യാറാവുമ്പോൾ അവർക്ക് വേണ്ട സമയത്ത് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന സമയത്ത് അവർക്ക് ശരീരം വിടാൻ സാധിക്കുന്നു. മാത്രമല്ല ആരുടെയും ആവശ്യമില്ല, അവർ ആ ശരീരം സ്വന്തമായിട്ട് ഈ യോഗ അഭ്യാസത്തിലൂടെ, ശക്തികളിലൂടെ, ഈ യോഗിക് പവറിലൂടെ അവർ ശരീരം കത്തിച്ച് കളയുന്നു. അതിനുള്ള ശക്തിയുണ്ട് അവർക്ക്. അപ്പോൾ ഇങ്ങനെ ധൃതരാഷ്ട്ര ചെയ്തപ്പോൾ വിദുരർക്ക് അത്ഭുതമായി. അദ്ദേഹം ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ഭൗതികതയിൽ മുങ്ങിക്കിടക്കുമായിരുന്നു ധൃതരാഷ്ട്രർ. എന്തൊക്കെ നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്ഭുതമായി, ഇത്രയുമൊക്കെ ഭൗതികവാദിയായിട്ടുള്ള ഇന്ദ്രിയ ഭോഗങ്ങളുടെ പുറകിൽ അവസാനം വരെ മക്കളെല്ലാം മരിച്ചതിന് ശേഷവും അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കുമായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൂടെ. യുധിഷ്ഠിര മഹാരാജാവാണെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛനാണെന്നുള്ള അച്ഛൻ എൻ്റെ സ്ഥാനം കൊടുത്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം അവസാനം വരെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടാൻ വേണ്ടി ധൃതരാഷ്ട്രർ ഒരുപാട് ശ്രമിച്ചു. അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി അതാണ് വിദുരർക്ക് അത്ഭുതമായത്. ഇങ്ങനെയൊക്കെ ഇത്രയും ഭൗതികതയിൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചോ എന്നുള്ള ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിക്കാനുള്ള കാരണം ആരായിരുന്നു? വിദുരരായിരുന്നു. വിദുരരുടെ മഹാകൃപ കൊണ്ടാണ് ഇത്രയെങ്കിലും സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് സാധിച്ചത്. അല്ലെങ്കിൽ ധൃതരാഷ്ട്ര അവിടെ തന്നെ ഇരുന്നേനെ. അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് പോവില്ലായിരുന്നു. അതാണ് ആദ്യത്തെ ഭാഗത്ത് ശിലപ്രഭുപാദി പറയുന്നത്. വിദുരരുടെ മഹാകൃപ കൊണ്ടാണ് ധൃതരാഷ്ട്രർക്ക് ഇത്രയെങ്കിലും അദ്ദേഹം മുക്തിയിലേക്ക് എത്തുവാൻ സാധിച്ചത്. എന്നാൽ ശിലപ്രഭുപാദി പറയുന്നത് വിദുരർക്ക് അതുകൊണ്ടൊരു സന്തോഷമുണ്ട്, എന്നാൽ അതേ സമയത്ത് വിഷമമുണ്ട്. വിഷമം വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹത്തിനെ ശുദ്ധഭക്തനാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്. ശുദ്ധഭക്തനാക്കുക, കാര്യം ശുദ്ധഭക്തൻ എന്ന് പറയുന്നൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിയുടെ അപ്പുറമാണ്. ഇപ്പോൾ ധൃതരാഷ്ട്രർക്ക് കിട്ടിയ മുക്തി എന്ന് പറഞ്ഞാൽ യോഗാഭ്യാസത്തിലൂടെ കിട്ടിയ മുക്തി, അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് അറിയില്ല. ഓക്കെ, അദ്ദേഹം ശരീരം അവസാനിപ്പിച്ചു പോകുന്നു. എന്നാൽ ആ ശുദ്ധഭക്തൻ്റെ ഒരു ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശുദ്ധഭക്തനാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു വിദുരർ ആദ്യമേ തന്നെ ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. നല്ലൊരു ഭക്തനാക്കാൻ വേണ്ടി ധൃതരാഷ്ട്രരെ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ വിദുരർ ശ്രമിച്ചിരുന്നു. എന്നാൽ ധൃതരാഷ്ട്രർ അത് സ്വീകരിച്ചിരുന്നില്ല. പാണ്ഡവരോട് വിദ്വേഷമായിരുന്നു അദ്ദേഹത്തിന്. പാണ്ഡവർ ശുദ്ധഭക്തരായിരുന്നു, നമുക്കറിയാം. ആ ശുദ്ധഭക്തരോട് ധൃതരാഷ്ട്രർക്ക് ദേഷ്യമായിരുന്നു, അസൂയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വൈഷ്ണവ അപരാധം സംഭവിച്ചു. അതാണ് ശിലപ്രഭുപാദി പറയുന്നത്. ശുദ്ധഭക്തരായിട്ടുള്ള പാണ്ഡവരോട് വിദ്വേഷവും, പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടി, പാണ്ഡവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ധൃതരാഷ്ട്രവും ദുര്യോധനും കൂടെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ആ ഭക്തരെ ഉപദ്രവിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭക്തരെ ഉപദ്രവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വൈഷ്ണവ അപരാധം സംഭവിച്ചാൽ എന്താണ്? എല്ലാം തകർന്നു പോന്നു. അപ്പോൾ വൈഷ്ണവ അപരാധം ചെയ്യുന്ന ഒരാൾക്ക് ശുദ്ധഭക്തിയിലേക്ക് എങ്ങനെ വരാൻ സാധിക്കില്ല. അതാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. വിദുരർക്ക് അദ്ദേഹത്തെ ആ ഒരു സ്റ്റേജിലേക്ക് ശുദ്ധഭക്തനാക്കാൻ ഉള്ള അദ്ദേഹത്തിന് സാധിച്ചേനെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി അദ്ദേഹം എടുത്തിരുന്നു, ഉപദേശം കൊടുത്തിരുന്നു. കേൾക്കാൻ തയ്യാറായില്ല. നേരെ മറിച്ച് അപരാധങ്ങൾ ചെയ്യുമായിരുന്നു വൈഷ്ണവർക്കെതിരെ. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട് ആ വിദുരർക്ക്. അത് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എന്നാൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും സംഭവിച്ചു എന്നുള്ളത് വലിയ കാര്യം. അപ്പോൾ ഇവിടെ ഉള്ളൊരു പാഠം, ഒരുപാട് ലെസണുണ്ട്. ഒന്ന്, വിദുരരെ പോലെ ശുദ്ധഭക്തരുടെ മഹാകൃപ. അവർ സ്വന്തം സുഖസൗകര്യങ്ങളോ സ്വന്തം താല്പര്യങ്ങളോ നോക്കുന്നില്ല. മറ്റുള്ളവരുടെ ക്ഷേമം മാത്രമാണ് നോക്കുന്നത്.
അതാണ് ഭക്തരുടെ ക്വാളിറ്റി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പാഠം എന്താണ്, ലെസൺ എന്താണെന്ന് വെച്ചാൽ, ധൃതരാഷ്ട്രർക്ക് ശുദ്ധഭക്തനാവാൻ സാധിച്ചില്ല. കാരണം എന്താണ്? അദ്ദേഹം വൈഷ്ണവ അപരാധങ്ങൾ ചെയ്തു, ഒരുപാട് അപരാധങ്ങൾ ചെയ്തു പാണ്ഡവർക്കെതിരെ. വൈഷ്ണവപരാധം ചെയ്തു കഴിഞ്ഞാൽ ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഒരുപാട് അപരാധങ്ങളുണ്ട്. സേവാപരാധം, നാമാപരാധം, വൈഷ്ണവപരാധം. നാമാപരാധം നമുക്കറിയാം, നാമം ചൊല്ലുന്നേക്കാൾ മുമ്പ് 10 അപരാധങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് പത്മപുരാണത്തിൽ നിന്നുള്ളത്. പിന്നെ സേവാപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളിൽ, ഭഗവാന്റെ സേവനങ്ങൾ, ഇപ്പോൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപരാധങ്ങൾ. 3 വൈഷ്ണവപരാധങ്ങൾ. ആദ്യത്തെ രണ്ടിന് ശക്തി അത്ര ഇല്ല. ഉണ്ട്, അപരാധങ്ങളുണ്ട്. പക്ഷേ എന്നാലും പ്രാർത്ഥനയിലൂടെയും നാമജപത്തിലൂടെയും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിച്ച് പിന്നീട് തെറ്റ് ആവർത്തിക്കാതെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി നാമജപത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ 2 അപരാധങ്ങൾ ഭഗവാൻ ക്ഷമിക്കും. എന്നാൽ വൈഷ്ണവ അപരാധം ഭഗവാൻ ക്ഷമിക്കില്ല. ബാക്കിയെല്ലാം ഭഗവാൻ ക്ഷമിക്കും. കാര്യം ഭഗവാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശുദ്ധഭക്തരെയാണ്. അഹം ഭക്ത പരാധീനോ ഹി അസ്വതന്ത്ര ഇവദ്വിജ സാധുബീർ ഗ്രസ്തഹൃദയം ഭക്തേർ ഭക്തജനപ്രിയ. ഭഗവാൻ പറയുന്നു, ഞാൻ എൻ്റെ ഭക്തരുടെ അധീനതയിലാണ്. അവരുടെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഉണ്ട്. അവരുടെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ഹൃദയത്തിൽ അവരും മാത്രമാണ്. ഭക്തജനപ്രിയ. എന്തിനു പറയണം എൻ്റെ ഭക്തരുടെ ഭക്തരെ എനിക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അതായത് ഭക്തരുടെ ഭക്തര് എനിക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്നെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ശുദ്ധഭക്തരെ ആരാധിക്കൂ, എൻ്റെ ശുദ്ധഭക്തർക്ക് സേവനം ചെയ്യൂ എന്നുള്ളതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന കാര്യം. അങ്ങനെയുള്ള ഭഗവാന് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? ആ ഭക്തർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും അപരാധം ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെതിരെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കും. എന്നാൽ ഭക്തർക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കില്ല. അദ്ദേഹം തന്നെ വിചാരിക്കാതെ കാര്യങ്ങൾ നടക്കും. അത് നമുക്കറിയാം. അംബരീഷ് മഹാരാജാവിൻ്റെയും ദുർവാസ മുനിയുടെയും കഥയിൽ, അംബരീഷ് മഹാരാജാവ് പരിശുദ്ധ ഭക്തനാണ്. ദുർവാസ മുനി അദ്ദേഹം അപരാധം ചെയ്യുന്നു, അല്ലേ? കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ സമയത്താണ് ഈ സുദർശന ചക്രം ഇദ്ദേഹത്തിൻ്റെ പുറകിൽ ഓടിപ്പോകുന്നതും ആ സമയത്ത് ഭഗവാൻ പറയുന്ന ശ്ലോകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അഹം ഭക്തപരാധീനം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സുദർശന ചക്രം ഓട്ടോമാറ്റിക്കലി വരുന്നു. സുദർശന ചക്രത്തിനെ ഭഗവാൻ വിചാരിച്ച് വിടുന്നതല്ല, അത് അങ്ങനെ പോകുന്നു. കാര്യം ഭക്തർക്കെതിരെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ്. നേരെ പോയി നീ അംബരീഷ് മഹാരാജാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ക്ഷമ ചോദിച്ചോളൂ എന്നുള്ള ഒരു ഉപദേശമാണ് ഭഗവാൻ പറഞ്ഞത്. ആരോട്? ദുർവാസ മുനിയോട്. അങ്ങനെ അദ്ദേഹം അവിടെ പോയതിന് ശേഷമാണ് ഈ സുദർശന ചക്രം ഒന്ന് പോകുന്നത്. അതുവരെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. ഇതേപോലെ ഒരുപാട് ഹരിദാസ് ഠാക്കൂറിനെതിരെ അദ്ദേഹത്തോട് അപരാധം ചെയ്തിട്ടുള്ള രാമചന്ദ്ര ഖാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തകർന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഒരുപാട് വലിയൊരു ജമീന്ദാറായിരുന്നു, ഒന്നുമില്ലാതെയായി അദ്ദേഹം. തകർന്നുപോയി വൈഷ്ണവ അപരാധങ്ങൾ ചെയ്തിട്ട്. അതിനുശേഷം പിന്നീട് നിത്യാനന്ദ പ്രഭു വരുമ്പോൾ അദ്ദേഹത്തോടും അപരാധം ചെയ്യുന്നു. രാമചന്ദ്ര ഖാൻ്റെ കാര്യം വളരെ കഷ്ടമായി. ഹരിദാസ് ഠാക്കൂറിനെതിരെ അപരാധം ചെയ്യുന്നു. അതിനുശേഷം ശ്രീ നിത്യാനന്ദ പ്രഭു വരുമ്പോൾ അദ്ദേഹത്തിനെതിരെയും ചെയ്യുന്നു. നിത്യാനന്ദ പ്രഭു ഭക്തഭാവത്തിലായിരുന്നു. നിത്യാനന്ദ പ്രഭുവിനെ അദ്ദേഹം മോശമായിട്ട് അദ്ദേഹത്തിനോടും പെരുമാറി. അവസാനം അദ്ദേഹത്തിന് വളരെ ആ സ്ഥലം മുഴുവനും രാമചന്ദ്രഖാൻ അദ്ദേഹത്തിന് മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് കിട്ടിയത്, ആ പ്രദേശത്തിലുള്ള എല്ലാവർക്കും അതിനുള്ള
നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് കിട്ടി. അപ്പോൾ അത്രമാത്രം ശക്തിയാണ്. അതായത് വൈഷ്ണവപരാധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചാമ്പലാക്കും നമ്മളെ. മരണം സംഭവിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഭഗവാനിൽ നിന്ന് ഒരുപാട് അകന്നു പോകും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഭക്തിയിൽ ഉള്ള നമ്മുടെ രുചി നഷ്ടപ്പെടും, നാമത്തിലുള്ള രുചി നഷ്ടപ്പെടും, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു ഉത്സാഹം നമുക്ക് നഷ്ടപ്പെടുന്നു. വൈഷ്ണവരുടെ സംഘം കിട്ടിയാലും നമ്മൾ അതിലും നമ്മൾ വൈഷ്ണവരുടെ തെറ്റുകളും കുറ്റങ്ങളും കാണുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നകന്ന് പോകുന്നു. ഇതാണ് വൈഷ്ണവ അപരാധത്തിൻ്റെ എഫക്റ്റുകൾ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഭക്തർക്കെതിരെ അല്ലെങ്കിൽ ഭക്തരോട് നമ്മൾ വളരെ നല്ല രീതിയിൽ പെരുമാറുക, നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം ഭക്തരിൽ കാണുക. ആരും ശുദ്ധഭക്തരല്ല എന്ന് മനസ്സിലാക്കണം. അതായത് ശുദ്ധഭക്തർ ഉണ്ടാവും, വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ നമ്മളെ പോലുള്ള സാധാരണ ആളുകൾ ഭക്തിയുത സേവനങ്ങൾ പരിശീലിക്കുന്നവരാണ്. നമ്മൾ ആരും പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരിലും കുറവും കൂടുതലും ഒക്കെ ഉണ്ടാവും. വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ട്, പല വീക്ക്നെസ്സസ് ആയിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ പല സമയങ്ങളിലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള പല റിയാക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഡിവോട്ടീസായിട്ട് ഭക്തരായിട്ട് ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചിന്ത നമ്മളിൽ വരാം. നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യം നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡീവിയേഷൻ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നു ആ വ്യക്തി തെറ്റ് ചെയ്യുന്നു, ഭക്തരായിട്ട് നാമം ജപിക്കുന്ന വ്യക്തിയാണ്, ഇനീഷ്യേഷൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ പറയാൻ പാടുമോ എന്നുള്ളതൊക്കെ നമുക്ക് തോന്നുമായിരിക്കാം. എന്നാൽ ആ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയില്ല. അതേപോലെ നമുക്കും അതേപോലെ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിലും പല വീക്ക്നെസ്സസും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പുറത്ത് എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. അപ്പോൾ നമ്മളും ഇതല്ലാതെ വേറെ രീതിയിലായിരിക്കും പെരുമാറുന്നത്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ എല്ലായിടത്തും പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഭക്തിയുടെ മാർഗത്തിലാണ്, ശരിയാണ്. പക്ഷേ നമ്മളാരും ശുദ്ധഭക്തരായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരിലും വീക്ക്നെസ്സസ് ഉണ്ടാവും. എന്നാൽ ആ വീക്ക്നെസ് അല്ലെങ്കിൽ ആ കുറവുകൾ എടുത്ത് കാണുക അല്ലെങ്കിൽ എടുത്തു പറയുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരിലുള്ള നല്ല ക്വാളിറ്റീസ് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് അപരാധം ആയി മാറുന്നു. വൈഷ്ണവേര ഗുണഗ്രാഹി ന ദേഖായേ ദോഷ് കായമന വാക്യ കരേ വൈഷ്ണവ സന്തോഷ്. വൈഷ്ണവേര ഗുണഗ്രാഹി ന ദേഖായേ ദോഷ്. ഒരു വൈഷ്ണവൻ, ഒരു നല്ല ഭക്തൻ മറ്റുള്ളവരിൽ ന ദേഖായേ ദോഷ്, ഒരു ദോഷവും കാണില്ല, നല്ലത് മാത്രമേ കാണുള്ളൂ. കായമന വാക്യക്കറേ വൈഷ്ണവ സന്തോഷ്. അവർ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും അവരുടെ കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വൈഷ്ണവരെ സേവിക്കുവാൻ, അവരെ സഹായിക്കുവാൻ, അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുവാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ എപ്പോഴും അവരെ സേവിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ദോഷങ്ങൾ കാണില്ല. ന ദേഖായ ദോഷ്. അപ്പോൾ അതാണ് നമ്മളും ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ. ദോഷങ്ങളുണ്ടാവാം, ഇല്ല എന്ന് ആരും പറയുന്നില്ല. നമ്മളിലും ദോഷങ്ങളുണ്ട്, ആരും പെർഫെക്റ്റ് അല്ല. ഈ ഒരു പോയിൻ്റാണ് നമ്മൾ ഓർക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ അവരെക്കാൾ ബെറ്ററാണ് എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ചിന്ത വരുന്നതേ അപകടമാണ്. അങ്ങനെ നമുക്ക് ചിന്ത വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും ശുദ്ധരായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അവരെക്കാൾ ബെറ്ററാണെന്നല്ല, ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധഭക്തർ, ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, ശീല സനാതൻ ഗോസ്വാമി,
ശീല രൂപ ഗോസ്വാമി ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാം. അവരൊക്കെ ശുദ്ധ ഭക്തരായിരുന്നു. പക്ഷേ അവർ പറയും എന്നേക്കാൾ മോശമായിട്ടുള്ള ആളില്ല. പുരുഷേര കീട്ട മൂയിസെ ലാഭിഷ്ട. ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു ജഗായി മാതായേക്കാൾ മോശക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ മലത്തിലെ ഒരു കൃമി പോലെയാണ്, കൃമിയേക്കാൾ മോശമാണ് എൻ്റെ അവസ്ഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം അദ്ദേഹം വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാര്യം അതാണ് ശുദ്ധ ഭക്തർക്ക് വിനയം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു ആഭൂഷണമാണ്, അവരുടെ ഒരു ഓർണമെൻ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരിൽ ഗുണങ്ങൾ മാത്രമേ കാണുള്ളൂ. അവനിൽ സ്വയം ദോഷങ്ങളും തെറ്റുകളും കുറവുകളും കാണുന്നു. അതിൻ്റെ അർത്ഥം ഇതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല. ഇനി അതും വിചാരിക്കരുത്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല ഇത് നാച്ചുറലായിട്ട് ഒരു ഭക്തരിൽ വരുന്ന ഒരു കാര്യമാണ്. നാച്ചുറലായിട്ട്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ശില നരോത്തം ദാസ് ഠാക്കൂറിൻ്റെ, ശില ഭക്തിവിനോദ് ഠാക്കൂറിൻ്റെയൊക്കെ വൈഷ്ണവ ഗീതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും എന്നേക്കാൾ പാപിയായിട്ടുള്ള വേറെ ആരില്ല. മോസാമ പതീത പ്രഭു നാം ത്രിഭുവനങ്ങളിൽ ഉണ്ടാവില്ല എന്നേക്കാൾ അധപതിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം അവരങ്ങനെയാണ് എന്നുള്ളതല്ല. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടെങ്കിലോ ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ നാമം ജപിക്കുന്നുണ്ട്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു ഡിവോട്ടിയാണ്, ഭക്തനായാണ്, അങ്ങനെ നമുക്കുള്ളിലൊരു അഹംഭാവം വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇത്രയും പരിശുദ്ധരായിട്ടുള്ള ഭക്തർ നമ്മളെ തെളിയിക്കുന്നു, കാണിച്ചു തരുന്നു, പഠിപ്പിച്ചു തരുന്നു എങ്ങനെയായിരിക്കണം എന്നുള്ളത്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ശീല ഹരിദാസ് ഠാക്കൂറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും പരിശുദ്ധ ഭക്തനാണ് അദ്ദേഹം. നാമാചാര്യ, ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് നാമാചാര്യ എന്നുള്ള പേര് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറയും എപ്പോഴും എന്നെപ്പോലെ പതീതരായിട്ടുള്ള വേറെ ആരില്ല എന്ന്, അധപതിച്ച ആളില്ല എന്നുള്ളത്. അപ്പോൾ അത് നാച്ചുറലായിട്ട് ഒരു ഡിവോട്ടീസിൽ, ശുദ്ധ ഭക്തരിൽ വരുന്നതാണ്. എന്നാൽ നമ്മളത് ആർട്ടിഫിഷ്യലി അങ്ങനെ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അത് നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ വരുന്നില്ലെങ്കിൽ ആ പരിശുദ്ധി നേടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓർക്കുക നമ്മൾ ആരുമല്ല എന്നുള്ളത്. നമ്മൾ ആരൊക്കെയാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മൾ ആരുമല്ല എന്നുള്ളത് ആലോചിക്കുക. നമ്മളെക്കാൾ ബെറ്ററാണ് മറ്റുള്ളവർ എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഭാഗവതം വായിച്ചു തീർന്നു, ഭഗവത്ഗീത വായിച്ചു തീർന്നു, 32 മാല ജപിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളൊരു ഓവർ കോൺഫിഡൻസ് നമുക്ക് വരുവാണെങ്കിൽ അത് നല്ലതല്ല ശരിക്കും. ഓക്കെ, നമുക്ക് പ്രോത്സാഹനം വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം, പ്രോത്സാഹനം. കാര്യം എന്നാലേ ആ ഒരു എന്തൂസിയാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം അതൊരു അഹങ്കാരത്തിലേക്ക് കലാശിക്കരുത്. അതാണ് പോയിന്റ്. ആ അഹങ്കാരത്തിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഗന്ധം അവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കാണും. അവർ പോരാ, അവർ ഇത്രയ്ക്കും പോരാ, ഞാനാണ് ബെറ്റർ. നോക്കൂ, അവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓഫർ ചെയ്യാത്ത ഭക്ഷണം കഴിക്കുന്നു, അവരുടെ വീട്ടിൽ പൂജ ശരിക്കും നടക്കുന്നില്ല, ഇനീഷ്യേഷൻ കഴിഞ്ഞതാണ്, അവർ നോക്കൂ ഇങ്ങനെ ചെയ്യുന്നു, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് അപകടമാണ്. വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും ഓർക്കുക, നമ്മൾ ഇത്രയൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ ഗുരുവിൻ്റെ മഹാകൃപ കൊണ്ടാണ്, ശ്രീല പ്രഭുപാജിയുടെ മഹാകൃപ കൊണ്ടാണ്, ആ ഒരു ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഇത് ഓർത്ത് നമ്മളെപ്പോഴും ആ വിനയഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കും, വൈഷ്ണവപരാധങ്ങളിലേക്ക് അത് എത്തും. പിന്നെ നമുക്ക് സദ്ഗതി ഉണ്ടാവില്ല, തടസ്സങ്ങളുണ്ടാവും. ഭക്തിയിൽ തടസ്സങ്ങളുണ്ടാവാൻ ഏറ്റവും കൂടുതൽ ഉള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വൈഷ്ണവപരാധത്തിലൂടെയാണ് തടസ്സങ്ങൾ, വലിയ തടസ്സങ്ങളാണ് വരിക. പിന്നെ അത് മാറ്റി തിരിച്ച് നമുക്ക് പഴയ പോലെ ആവാൻ വേണ്ടി സമയം കുറേ എടുക്കും. നമ്മുടെ കയ്യിൽ സമയമില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് വീണ്ടും
ശിലപ്രഭാജിയും നമ്മുടെ ഗുരുജനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ധൃതരാഷ്ട്രർക്ക് ശുദ്ധഭക്തനാവാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവസരങ്ങൾ വിതുരർ ഒരുപാട് കൊടുത്തു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. മറിച്ച് അദ്ദേഹത്തിന് അഹങ്കാരമായിരുന്നു. അദ്ദേഹത്തിന് ആ പവറിനോടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ്, പിന്നെ ശക്തി, പവറിനോട്, അതായത് ആ രാജാവാവണം എന്നുള്ള രാജാവായിട്ട് എപ്പോഴും ഇരിക്കണമെന്ന് ധൃതരാഷ്ട്രക്കും ദുര്യോധനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പവറിനോടുള്ള ആസക്തി, ഇതെല്ലാം അവരെ തകർത്തു. പാണ്ഡവർക്കെതിരെ അപരാധങ്ങൾ ചെയ്തു. എല്ലാവർക്കും എന്തുണ്ടായി? എല്ലാവരും അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഗുണമുണ്ടായനെ. അവർക്ക് മുക്തി കിട്ടുന്നു എന്ന് പറയുന്നു. പക്ഷേ മുക്തി കൊണ്ടൊന്നും ആവുന്നില്ല. അതാണ് പറയുന്നത്. ഒരുപാട്, അതായത് മുക്താവസ്ഥയിൽ നിന്ന് ശുദ്ധഭക്തിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് അതിനേക്കാൾ എത്രയോ മുകളിലാണ്. കേട്ടിട്ടുണ്ടാവും, ഈ മുക്തി നേടിപ്പോയിട്ട് ബ്രഹ്മജ്യോതിയിൽ പോയിട്ടുള്ള ആളുകൾ പോലും ചില സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പ്രഭുപാദി പല സ്ഥലങ്ങളിൽ പറയാറുണ്ട്. മുക്തി എപ്പോഴും ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. ശുദ്ധഭക്തിയാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം. അതാണ് നമ്മുടെ ഗോൾ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് വിതുരർക്കൊരു വിഷമമുണ്ട്. അദ്ദേഹത്തിന് അത് കിട്ടിയെങ്കിൽ കുറച്ചും കൂടെ. കാര്യം വിതുരരൊന്ന് ആലോചിച്ച് നോക്കൂ, അതിനുള്ള ക്വാളിഫിക്കേഷൻ ധൃതരാഷ്ട്രർക്ക് ഇല്ലെങ്കിലും വിതുരർ ആഗ്രഹിക്കുന്നത് എൻ്റെ സഹോദരൻ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും അദ്ദേഹം ഒരു ശുദ്ധഭക്തനായി മാറുന്നത് കാണാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. വിതുരരുടെ മനസ്സതാണ്. പിന്നെ ഇവിടെ പറയുന്നു, അതിനുശേഷം അവസാന ഭാഗങ്ങളിൽ പറയുന്നു ശീലപ്രഭുപാദി, അങ്ങനെ വിതുരർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സഹോദരനും അതേപോലെ തന്നെ സഹോദരിയും ഒക്കെ അവരുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ആ വിഷമത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടു പോകുന്നു. എങ്ങോട്ട് പോകുന്നു? തീർത്ഥാടനത്തിന് വീണ്ടും പോകുന്നു. വിതുരർ തീർത്ഥാടനം കഴിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം തീർത്ഥാടനങ്ങൾക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് വിതുരരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. കാര്യം അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ രാജ്യത്ത് വന്ന് അല്ലെങ്കിൽ കൊട്ടാരത്തിൽ വന്നിരുന്ന് സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാനൊന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ഒരു അതൊരു അവസരമായി കണക്കാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? തീർത്ഥാടനത്തിന് പോകാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഭഗവാന്റെ സേവനങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ മറ്റുള്ള അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം മാറ്റിവെച്ച് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സ്റ്റേജാണത്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റേജാണ്. അത് അവരുടെ ഭാഗ്യമാണ്. വിതുരർ അവസരം പാഴാക്കുന്നില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് വന്നിരിക്കാമായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ ഒരുപക്ഷെ രാജാവും ആക്കിയനെ. അങ്ങ് ഭരിച്ചോളൂ, ഞാൻ അങ്ങയുടെ സേവകനാണെന്ന് പറയും. അതുപോലും ചെയ്യുമായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്. പക്ഷേ വിതുരർക്ക് അതൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരെയും വിട്ടു പോകുന്നു. ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടി അദ്ദേഹം തീർത്ഥാടനങ്ങൾക്കായി പോകുന്നു. ഓക്കെ, അതാണ് 59ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മുന്നോട്ട് നോക്കാം. അടുത്ത ശ്ലോകം അവസാനത്തെ ശ്ലോകമാണ് ഈ അധ്യായത്തിലെ. ഇതി ഉക്ത്വാത റൂഹത് സ്വർഗം നാരദാ സഹ തുംബുരു യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാശ്ചുത ചുച. യെസ്. ഹരേ കൃഷ്ണ. ഇത്യുക്താദാരുഹത് സ്വർഗം നാരദ സഹ തുംബുരുഃ യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാച്യുചഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്യുക്ത്വാദാരുഹത് സ്വർഗം നാരദ സഹ തുംബുരുഃ യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാച്യുചഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്യുക്താദാരുഹത് സ്വർഗം നാരദാ സഹ തുംബുരുഃ യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാച്യുചഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
इत्युक्ताथारुहत्स्वर्गं नारदा सह तुम्बुरुः युधिष्ठिरो वजस्तस्य हृदि कृत्वा जहाचुजः. हरे कृष्ण. ഓക്കെ, വിവർത്തനം ഞാൻ ഭാവാർത്ഥം വായിക്കൂ. Hare Krishna. Vivartanam and Bhavatam by His Divine Grace, Sri Bhaktivedanta Swami Prabhupada, Srila Prabhupada ki Jai. വിവർത്തനം. അപ്രകാരം അരുളി ചെയ്തുകൊണ്ട് ഋഷിശ്രേഷ്ഠനായ ദേവർഷി നാരദൻ അദ്ദേഹത്തിന്റെ തമ്പുരുവുമേന്തി സ്വർഗലോകത്തേക്ക് ആരോഹണം ചെയ്തു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കയാൽ മഹാരാജാവ് യുധിഷ്ഠിരന് സർവ്വവിധ പരിദേവനങ്ങളിൽ നിന്നും വിമുക്തനാകാൻ കഴിഞ്ഞു. ഭാവാർത്ഥം. ഭഗവത് കൃപയാൽ ആത്മീയ ശരീരത്താൽ അനുഗ്രഹീതനായ ശ്രീ നാരദൻ നിത്യ ഗഗന സഞ്ചാരിയാണ്. സീമാതീതമായ ബഹിരാകാശത്തിലെ ഭൗതികവും ആത്മീയവുമായ ഏതു ലോകങ്ങളിലും നിമിഷനേരം കൊണ്ട് യാതൊരു തടസ്സവും നിയന്ത്രണവുമില്ലാതെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഒരു ദാസീപുത്രനായുള്ള അദ്ദേഹത്തിന്റെ പൂർവ്വജീവിതത്തെക്കുറിച്ച് നാം നേരത്തെ തന്നെ വിശദമാക്കി കഴിഞ്ഞു. ശുദ്ധഭക്തരുമായുള്ള സംസർഗം നിമിത്തം നിത്യ ഗഗനസഞ്ചാരി എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുക മാത്രമല്ല, ഉപാധികളില്ലാതെ തടസ്സങ്ങളില്ലാതെ ഏതു ലോകത്തും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആകയാൽ ഒരുവൻ നാരദദേവന്റെ കാലടികളെ പിന്തുടരണം. യാന്ത്രിക മാർഗങ്ങളിലൂടെ അഥവാ യന്ത്രസഹായത്താൽ അന്യഗ്രഹങ്ങളിൽ എത്തിച്ചേരാനുള്ള വിഫല ശ്രമങ്ങൾക്ക് മുതിരുകയും അരുത്. യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനായ രാജാവാകയാൽ അദ്ദേഹത്തിന് കാര്യവശാൽ നാരദമുനിയെ ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. നാരദമുനിയെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതം പ്രഥമമായി ധർമ്മിഷ്ഠരായിരിക്കണം. കൂടാതെ അവർ നാരദമുനിയുടെ കാൽപ്പാടുകളെ നിർബന്ധമായും പിന്തുടരുകയും വേണം. ധൃതരാഷ്ട്ര കൊട്ടാരം ഉപേക്ഷിക്കുന്നു എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 13-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരിബോൾ. താങ്ക് യു. അങ്ങനെ അതിനുശേഷം അങ്ങനെ ഉക്ത്വ അങ്ങനെ നാരദമുനി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ വിട്ടു പോകുന്നു. അദ്ദേഹം ഉപരിലോകങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ തുമ്പുരുവായിട്ട് വീണയായിട്ട് പോകുന്നു. നാരദമുനി ഭജായ വീണ രാധികാരമണ നാമേ. ഭഗവാൻ കൃഷ്ണൻ്റെയും രാധയുടെയും നാമം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ഉപരിലോകങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ പറയുന്നു, അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവ് ശ്രീപാദ് നാരദമുനിയുടെ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമമെല്ലാം മാറി. അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രരെ കാണാതായപ്പോഴും ഗാന്ധാരിയെ കാണാതായപ്പോഴും വിതുരരെ കാണാതായപ്പോഴൊക്കെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ വിഷമമെല്ലാം മാറ്റിക്കൊടുക്കുന്നു നാരദമുനി. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഉപദേശങ്ങളും കൊടുക്കുന്നു. അതെല്ലാം ഹൃദയത്തിൽ വെച്ച് മഹാരാജ യുധിഷ്ഠിര അങ്ങനെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നു. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, നാരദമുനി ശ്രീപാദ് നാരദമുനി അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിൽ പോവാം. അദ്ദേഹത്തിൻ്റെ ശരീരം ആധ്യാത്മിക ശരീരമാണ്, ഭൗതിക ശരീരമല്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്നല്ല ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകത്തിലേക്കും ഒരേപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീപാദ് നാരദമുനി. ഒരേ സമയത്ത് ഭൗതിക ലോകത്തിലേക്ക് വരാം, അതേ സമയത്ത് വൈകുണ്ഠങ്ങളിലേക്കും ഭഗവാന്റെ അടുത്തേക്കും പോകാൻ സാധിക്കും അദ്ദേഹത്തിന്. അത്രമാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീപാദ് നാരദമുനി. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ് നാരദമുനി. അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം നാരദമുനിക്ക് എങ്ങനെ കിട്ടുന്നു? നാരദമുനിയായി മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മുന്നുള്ള അധ്യായങ്ങളിൽ. ശുദ്ധഭക്തരുടെ സംഘത്തിൽ നിന്ന്, ശുദ്ധഭക്തരുടെ അസോസിയേഷനിൽ നിന്ന് നാരദമുനിക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഭക്തഭുക്ത അവശേഷ അല്ലേ? അങ്ങനെ അവരുടെ പ്രസാദം, മഹാപ്രസാദം, അവരുടെ ഉച്ഛിഷ്ടം കഴിച്ചും അവരുടെ ചരണധൂലിയെടുത്തും ധൂലി കൊണ്ടും അതേപോലെ ചരണങ്ങൾ അഭിഷേകം ചെയ്തിട്ടുള്ള ചരണാമൃതം കഴിച്ചുമൊക്കെ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു അവസരം കിട്ടുന്നു. മഹാഭാഗവതരുടെ സേവിക്കാനുള്ള അവസരം കിട്ടുന്നു. മഹാഭാഗവതരെ
നാരദമുനിയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതനുസരിച്ച് ശ്രീപാദ് നാരദമുനി, അന്ന് കുട്ടിയായിരുന്ന നാരദ, അതെല്ലാം അവർ പറയുന്ന അതനുസരിച്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനം കിട്ടുന്നു. ഭഗവാന്റെ ദർശനം കിട്ടിയതിന് ശേഷം ഭഗവാൻ പറഞ്ഞു, ഇനി നിനക്ക് ഈ ഒരു അവസരത്തിൽ, ഈ ഒരു ജന്മത്തിൽ എന്നെ കാണാൻ സാധിക്കില്ല, കുറച്ചും കൂടെ ശുദ്ധനാവാനുണ്ട്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നീ ചെയ്തുകൊണ്ടിരുന്ന ഇതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അവസാനം ആ ശരീരം വിട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹം ഭക്തനായി മാറുന്നു, ശുദ്ധ ഭക്തനായി മാറുന്നു. ഈ ഒരു പൊസിഷനിലേക്ക് നാരദമുനി ഉയരുന്നു. അപ്പോൾ ശീലപ്രഭുജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളും അതേപോലെ തന്നെ ശ്രീപാദ് നാരദമുനിയുടെ തൃപ്പാദങ്ങൾ പിന്തുടരാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ള ഉപരി ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നാരദമുനിയെ നമ്മൾ പാത പിന്തുടരുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് സ്വർഗലോകവുമല്ല, നമുക്ക് വേണ്ടത് ഈ ഭൗതിക ലോകത്തിലെ ഒരു ലോകങ്ങളിലേക്കും പോകാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ അടുത്തേക്ക് പോകാനാണ്. അതിനുവേണ്ടി നാരദമുനിയുടെ പാത പിന്തുടരണം. കാര്യം ശ്രീപാദ് നാരദമുനി ഒരുപാട് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട്. നാരദമുനിയെ പോലെ ഒരു ഗുരുവില്ല. ധ്രുവ മഹാരാജാവിൻ്റെ ഗുരു, പ്രഹ്ലാദ് മഹാരാജിൻ്റെ ഗുരു, ഇവരൊക്കെ ശുദ്ധഭക്തരുടെ ശ്രേണിയിൽ വരുന്നവരാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ വാൽമീകി നാരദമുനിയാണ് ഗുരു. രാമായണം എഴുതിയത് അദ്ദേഹമാണ്. എന്നിട്ട് പറയാം വ്യാസദേവൻ്റെ ഗുരു, ഈ ഭാഗവതം എഴുതിയിട്ടുള്ള വ്യാസദേവൻ്റെ ഗുരു ശ്രീപാദ് നാരദമുനിയാണ്. ഇനി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നളകുബേര മണിഗ്രീവ, അവർ ശാപം കൊടുക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ ആ ശാപം അനുഗ്രഹമായി. അങ്ങനെ അവർ ഭഗവാന്റെ ലീലകൾ നേരിട്ട് കാണാനുള്ള അവസരം നന്ദഭവനിൽ അവർക്ക് 2 മരങ്ങളായി മാറാൻ സാധിക്കുന്നു. അതിനും വലിയൊരു മഹാനുഗ്രഹം എന്നാണ്. അതിനുശേഷം ഭഗവാന്റെ കൈകൾ കൊണ്ട് അവർക്ക് മുക്തി കിട്ടുമ്പോൾ പിന്നീട് അവർ മധുഖണ്ഡ, സ്നിഗ്ധഖണ്ഡ എന്ന് പറയുന്ന ഗോലോക വൃന്ദാവനത്തിലെ 2 പരിശുദ്ധ ഭക്തരായി മാറുന്നു. ശ്രീല ജീവഗോസ്വാമി പറയുന്നു, അവർ നളകുബേരനും മണിഗ്രീവനും തിരിച്ച് കുബേരൻ്റെ അടുത്തേക്കല്ല പോയത്, സ്വർഗലോകങ്ങളിലേക്കല്ല പോയത്, നേരെ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്, ഗോലോക വൃന്ദാവനത്തിലേക്കാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു ശാപം എത്ര മഹാ അനുഗ്രഹമാണ്, സാധാരണ ആർക്കും കിട്ടാത്തതാണ്. അതെങ്ങനെ സാധിച്ചു? നാരദമുനിയുടെ മഹാകൃപ, മഹാകാരുണ്യം. തിരിച്ച് അവർ വീണ്ടും കുബേര പുത്രന്മാരായിട്ട് ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ഭൗതിക ലോകത്തിലാണ്. മാത്രമല്ല ഈ പറയുന്ന എന്താ പറയുക, ജന്മ, ഐശ്വര്യ, ശ്രുത, ശ്രീ എല്ലാം അവർക്കും ഉണ്ടാവും. പിന്നെയും ഒരു തകർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ അതിന് അവസരം കൊടുക്കുന്നില്ല. നാരദമുനിയുടെ സംഘം കിട്ടുമ്പോൾ അത് ശാപത്തിലൂടെയാണെങ്കിലും അവർക്ക് ശാപം ഒരു എക്സ്റ്റേണൽ കാര്യം മാത്രം, എന്നാൽ മഹാ അനുഗ്രഹമായി മാറുന്നു, പരിശുദ്ധ ഭക്തരാകുന്നു. ശീലജീവ ഗോസ്വാമി പറയുന്നു, അവർ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്നു. അവർക്ക് കിട്ടുന്ന സേവനം അതാണ്. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലായിടത്തും, ഭഗവാന്റെ കഥകൾ എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ള സേവനമായിരുന്നു മധുഖണ്ഡ, സ്നിഗ്ധഖണ്ഡ ഇവർ 2 പേരും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഭഗവാൻ എവിടെയുണ്ട്, ഭഗവാൻ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നലെ ഇവിടെയായിരുന്നു, അവിടെ ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഫുൾ ന്യൂസുകൾ, ഭഗവാനെക്കുറിച്ചുള്ള, കൃഷ്ണനെക്കുറിച്ചുള്ള ന്യൂസുകൾ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ജോലി. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ജോലി. വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിം സദാം ദർശനേസ്തു ഭവത്തനൂനാം. ഇതായിരുന്നു മണിഗ്രീവൻ്റെയും നളകുബേരൻ്റെയും പ്രാർത്ഥന. മുക്തി അവർക്ക് ആ മരത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അവർ പുറത്തു വന്ന സമയത്ത് കൃഷ്ണനോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഭഗവാൻ സഫലീകരിച്ചു. അതേപോലെ വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായാം, ഈ ചെവികൾ, ഈ വാണി അങ്ങേ സ്തുതിക്കാൻ വേണ്ടി മാത്രം, ഈ ചെവികൾ അങ്ങയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി മാത്രം എന്നൊക്കെ പറഞ്ഞ് മണിഗ്രീവനും നളകുബേരനും പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ പറഞ്ഞു തഥാസ്തു. അങ്ങനെ അവർക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശനം കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാരദമുനിയുടെ മഹാകൃപ. പിന്നെ അതേപോലെ തന്നെ ചൈതന്യ ചരിതാമൃതത്തിൽ വരുന്നു, മൃഗാരിയെക്കുറിച്ച് പറയുന്നുണ്ട്.
മൃഗാരി എത്ര മോശമായിട്ടുള്ളൊരു വേട്ടക്കാരനായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹം ശുദ്ധഭക്തനായി മാറുന്നു. ഇതെല്ലാം സാധിച്ചത് നാരദമുനിയുടെ മഹാകൃപ കൊണ്ടാണ്. അപ്പോൾ ആ നാരദമുനി, അദ്ദേഹത്തിൻ്റെ കൃപ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ പിന്തുടരണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പാത പിന്തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫോളോയിങ് ദ ഫുഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് അത് ആ ഒരു രീതിയിൽ അതേ മാർഗങ്ങൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പാത പിന്തുടരുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാരദമുനി ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. വ്യാസദേവൻ ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മൃഗാരിക്കും ഇവർക്കെല്ലാവർക്കും ഉപദേശങ്ങൾ കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ആക്ച്വലി അവർക്ക് ഓരോരുത്തർക്ക് കൊടുത്തത് നമുക്കുള്ള ഉപദേശമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, നാമം ജപിക്കുക, ഇതാണ് നാരദമുനി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുക. ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ശ്രീ ഗുരുവാണ് നാരദമുനിയുടെ റെപ്രസെൻറ്റേറ്റീവ്. നാരദമുനി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പരം ഗുരുവാണ്. അപ്പോൾ നാരദമുനിയുടെ പ്രതിനിധികളാണ് നമ്മുടെ ഗുരുജനങ്ങളെല്ലാവരും. അപ്പോൾ നാരദമുനിയുടെ പ്രതിനിധികളായിട്ടുള്ള നമ്മുടെ ഗുരുജനങ്ങളെ നമ്മൾ പിന്തുടർന്നാലും നാരദമുനിയെ പിന്തുടരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗുരുജനങ്ങളുടെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ്, ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളും നാരദമുനിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തീർച്ചയായിട്ടും നമുക്കും നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഇവിടെ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് ഒരു നല്ലൊരു പുണ്യാത്മാവായതുകൊണ്ട് അദ്ദേഹത്തിന് നാരദമുനിയെ കാണാനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നു. അതേപോലെ ശിലപ്രഭാജി പറയുന്നു, നമുക്കും ആർക്കെങ്കിലും നാരദമുനിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നാരദമുനിയുടെ പാത പിന്തുടരണം. എങ്ങനെ പിന്തുടരണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ 13-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം, ധൃതരാഷ്ട്ര വീട് വിട്ടു പോകുന്ന കാര്യവും ധൃതരാഷ്ട്രരുടെ അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, श्रीला प्रभुपाद की जय, श्रीला गुरुदेव की जय, शचीनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. थैंक यू.